നല്ല സിനിമകൾക്ക് തിയേറ്ററിൽ സ്വീകാര്യത ലഭിക്കാതാകുമ്പോൾ പലപ്പോഴും രക്ഷയ്ക്കെത്തുന്നത് OTT പ്ലാറ്റ്ഫോമുകളാണ്. ഇത്തരത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച ജനുവരിയിൽ പുറത്തിറങ്ങിയ ഖൽബ് എന്ന കൊച്ചു സിനിമയെക്കുറിച്ചാണ്. ഈ വർഷം ജനുവരി മാസത്തിലാണ് ഖൽബ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. രഞ്ജിത്ത് സജീവ്, നേഹ നസ്രീൻ, സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം സാജിദ് യഹിയ, നിർമ്മിച്ചത് വിജയ് ബാബു. മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചയായ ഒരുപിടി സിനിമകൾ ഈ വർഷത്തെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾ ഉദാഹരണം. അപ്പോഴൊന്നും ഖൽബ് ചർച്ചയായിട്ടേയില്ല. വലിയൊരു വിഭാഗം നിരൂപകരും തള്ളിക്കളഞ്ഞ സിനിമയാണ് ഖൽബ്. എന്നാൽ OTT റിലീസായതോടെ സാഹചര്യം മാറി. ഖൽബിനെ പ്രേക്ഷകർ ഖൽബിലേറ്റി. സിനിമയിലെ പ്രണയവും ക്ലൈമാക്സുമാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച. നല്ല സിനിമയായിട്ടും എന്തുകൊണ്ടാണ് തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അതിൻ്റെ കാരണം തേടുകയാണ് ഖൽബ് ആരാധകർ. തിരഞ്ഞെത്തിയത് റിവ്യൂവർ അശ്വന്തിൻ്റെ റിവ്യൂവിലേക്കും. സിനിമയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള റിവ്യൂ ആണ് അശ്വന്ത് റിലീസ് സമയത്ത് പങ്കുവച്ചത്. നിരവധി പേർ ഈ റിവ്യൂ കാണുകയും ചെയ്തു. അശ്വന്തിൻ്റെ റിവ്യൂ ഖൽബിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അഭിപ്രായം ഇതിനോടകം തന്നെ വ്യാപകമായിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് റിവ്യൂവർക്കെതിരെ വരുന്നത്. ഒരൊറ്റ റിവ്യൂ കൊണ്ട് നല്ല കളക്ഷൻ നേടേണ്ട നല്ല ഒരു പടത്തിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാൾ ഇത്ര നല്ല പടം തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് OTTയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. നിർമ്മാതാവ് വിജയ് ബാബു പുതിയ ആൾക്കാർക്ക് എത്ര അവസരം കൊടുക്കുന്ന ആളാണ്. ഇനി അയാൾ ഇങ്ങനെയൊരു പരീക്ഷണത്തിന് ശ്രമിക്കുമോ? വിമർശനങ്ങളുടെ കൂട്ടത്തിലെ ഒരു കമൻ്റാണിത്. ഈ അഭിപ്രായം പ്രസക്തമാണെന്ന് ഖൽബ് കണ്ട വലിയൊരു വിഭാഗം പ്രേക്ഷകരും സമ്മതിക്കുന്നു. റിവ്യൂ നോക്കി തിയേറ്ററിൽ പോയി സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പടം ഇന്ന് OTTയിൽ കണ്ടതോടെ നിർത്തി. നല്ല സിനിമയായിരുന്നു, മിസ്സാക്കിയതിനാൽ ഖേദിക്കുന്നു എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്. ചെറിയ സിനിമകളെ റിവ്യൂ ചെയ്ത് നശിപ്പിക്കുന്ന പ്രവണത അശ്വന്ത് നിർത്തണമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതേസമയം ഖൽബ് ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർ അശ്വന്തിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ചെറിയ സിനിമകളെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ചെയ്ത് ഇല്ലാതാക്കാറില്ലെന്നും പ്രമുഖ ഫിലിം ക്രിട്ടിക്സ് ഭരദ്വാജ് രംഗൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ ഈ രീതിയില്ല. ഒട്ടുമിക്ക സിനിമകളുടെയും വിജയപരാജയം റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങളാണ് നിശ്ചയിക്കുന്നത് എന്നതിൽ നിർമ്മാതാക്കളും അസ്വസ്ഥരാണ്. ഖൽബിലെ പാട്ടുകളെയും കാസ്റ്റിങ്ങിനെയും അശ്വന്ത് പരിഹസിക്കുന്നുണ്ട്. ഖൽബിലേക്ക് നായകനാകാനുള്ള അവസരം വേണ്ടെന്ന് വെച്ച നടൻ ഷെയ്ൻ നിഗം രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നും ഇയാൾ പറഞ്ഞു. പരിഹാസ രൂപേണയുള്ള അശ്വന്തിൻ്റെ റിവ്യൂവിന് ഒന്നിലേറെ തവണ വിമർശനം വന്നിട്ടുണ്ട്. അതേസമയം അശ്വന്തിനെ അനുകൂലിക്കുന്നവരും ഏറെയാണ്.